എറണാകുളം കളമശ്ശേരിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രീമിയം ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. ഏകദേശം 5,200 സെൻറ്റ് മുതൽ 7ഓളം സെൻറ്റ് വരുന്ന പ്ലോട്ടുകളിൽ 4 ബെഡ്റൂമിലായിട്ട് 2,600 സ്ക്വയർ ഫീറ്റ് മുതൽ 3,000 സ്ക്വയർ ഫീറ്റ് വരെ ഡിസൈൻ ചെയ്തിരിക്കുന്ന വീടുകളാണ് ഈ 13 വില്ലകളടങ്ങുന്ന പ്രൊജക്റ്റിലുള്ളത്. ഹർഷം വില്ലാസ് എന്നാണ് ഈ പ്രൊജക്റ്റിന് ബിൽഡർ പേര് നൽകിയിരിക്കുന്നത്. ഈ വില്ലയിൽ നിന്ന് കളമശ്ശേരിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 5 കിലോമീറ്ററാണ്. ആലുവ ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 6 കിലോമീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്കുള്ള ഡിസ്റ്റൻസ് ഏകദേശം 8 കിലോമീറ്ററുമാണ്. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 18 കിലോമീറ്ററുമാണ്. ഈ റോഡിൻ്റെ ഇൻഡിവിജ്വൽ റോഡുകൾ എന്ന് പറയുന്നത് ഏകദേശം 4.5 മീറ്റർ വീതിയിൽ 2 വണ്ടികൾ ഒരേ സമയം പാസ് ചെയ്യാവുന്ന രീതിയിലാണ് റോഡുകൾ ഒരുക്കിയിരിക്കുന്നത്. ഒരു കോമൺ ഗേറ്റാണ് ബിൽഡർ ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഓട്ടോമേറ്റഡ് ഗേറ്റും കൂടിയാണ്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ഈ വില്ലകൾ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിനകത്ത് ഫർണിഷ്ഡ് ആയിട്ടും അൺഫർണിഷ്ഡ് ആയിട്ടുമുള്ള വില്ലകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിലൊരു ഫർണിഷ്ഡ് വീടിൻ്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. യുണീക്ക് സ്റ്റൈലിലാണ് ഈ 13 വില്ലകളും നിർമ്മിച്ചിരിക്കുന്നത്. അതിനകത്ത് ഏകദേശം 5 യൂണിറ്റ് വില്ലകൾ ഓൾറെഡി സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു. കൂടാതെ ഈ വില്ലകളുടെ ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളവും KWA വാട്ടർ കണക്ഷനുമാണ്. ഒരു ഫ്രണ്ട് ഓപ്പൺ ഡിസൈനിലാണ് ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ 2 വണ്ടി ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു നെയിം ബോർഡ് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യവും ഓൾറെഡി ബിൽഡർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ലൈറ്റിൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ സൈഡിലായിട്ട് പ്ലാന്റ് ഓഫ് ബോക്സുകളുണ്ട്, നല്ല ലൈറ്റ് വർക്കുകളുണ്ട്. ഭംഗിയായി തന്നെയാണ് ഇതിൻ്റെ കോമ്പൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ എലവേഷനിലേക്ക് വരാം. നല്ലൊരു ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. നല്ലൊരു ലൂവർ വർക്കും താഴെയും മേളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നല്ല LED വർക്ക് വരുന്നുണ്ട്, CCTV സർവൈലൻസ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വീടിൻ്റെ ഈ ഭാഗത്തായിട്ട് നല്ലൊരു സിമൻറ്റ് ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. മേളിലായിട്ട് ഒരു ഗാർഡൻ വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് വീടിൻ്റെ ഡിസൈൻ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പാവിംഗ് ടൈലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കോബ്ലർ സ്റ്റോൺ ആണ്. കൂടാതെ വീടിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൂടെ നമുക്ക് അത്യാവശ്യം സെറ്റ് ബാക്ക് കിട്ടുന്ന രീതിയിലാണ് വീടിൻ്റെ ചുറ്റുവശവും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരാം. നല്ല വീതിയുള്ള സ്റ്റെപ്പുകളാണ് സിറ്റ് ഔട്ടിന് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ സിറ്റ് ഔട്ടിലെത്തി കഴിഞ്ഞാൽ നല്ല മാറ്റ് ഫിനിഷിലുള്ള ഒരു ബ്രൗൺ കളറിൽ വരുന്ന G7 സ്ലാബാണ് സിറ്റ് ഔട്ടിന് നൽകിയിരിക്കുന്നത്. ഒരു ചെയറൊക്കെ ഇട്ടിരുന്ന് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഡോറിലേക്കാണ്. ഏകദേശം നല്ല വീതിയിലുള്ള ഒരു സിംഗിൾ പാളി ഡോറാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് വീടിൻ്റെ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഫർണിഷ്ഡ് വില്ല ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സോഫ സെറ്റുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കർട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഭിത്തിയിലായിട്ട് വാൾപേപ്പറിൻ്റെ വർക്ക്, ഒരു ആൻറ്റിക് ലൈറ്റ് ഉണ്ട്. കൂടാതെ ഇത് വരുന്ന ഒരു ഡബിൾ ഹൈറ്റ് സ്ട്രക്ചറിലാണ് വരുന്നത്. അവിടെ വന്നിട്ട് ഒരു ഷാൻലിയർ തൂക്കിയിട്ടുണ്ട്. അവിടെ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയായി തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തത്. കൂടാതെ നമുക്കൊരു TV യൂണിറ്റും ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നമ്മൾ നേരെ വരുന്നത് ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു നിഷ് ഫ്രോയർ പോലെ ഒരു ഷോ വാൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ആൻറ്റിക് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ നല്ലൊരു 6 സീറ്ററിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി ഡൈനിങ് ടേബിൾ ഇവിടെ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് റൂമിൻ്റെ പുറത്തെ ഭിത്തിയിലായിട്ട് UPVC ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട്. അത് തുറന്ന് നമുക്ക് പുറത്തിറങ്ങിയാൽ ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിനും ഒരു പെബിൾ സ്റ്റോണിൻ്റെ വർക്കുകളെല്ലാം നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു മൂലയിലായിട്ട് ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഡബിൾ ഹൈറ്റ് സ്ട്രക്ചറിൽ വുഡൻ ഫ്ലോറിംഗ് ഒക്കെ കൊടുത്ത് ഒരു മോഡേൺ സ്റ്റൈലിലുള്ള വാഷ് കൗണ്ടറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഗ്ലാസ് ഡോറുകളും അതിൻ്റെ ബിഹൈൻഡിൽ ഒരു ഗാർഡൻ വർക്കും നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് വീടിൻ്റെ കിച്ചണിലേക്ക് വരാം. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ തന്നെയാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെ, ഒരു L ഷേപ്പിൽ സ്ലാബൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ അക്രലിക്കിലാണ് ഇതിൻ്റെ മൈക്ക ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു അലിക്കയുടെ ഫോബും ചിമ്മിണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റിയുള്ള സിങ്കും അതിനോടനുബന്ധിച്ച് ടാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൂടാതെ നമുക്ക് ഇവിടെ ഒരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സൗകര്യവും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
നമ്മൾ കിച്ചൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. നല്ല രീതിയിലൊരു വർക്ക് ഏരിയ ഒക്കെ ചെയ്ത് അകത്തെ കബോർഡൊക്കെ അതുപോലെ തന്നെ കബോർഡൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടൊരു ഫിനിഷിങ്ങിൽ തന്നെ എടുത്താൽ ഒരു സെക്കൻഡറി കിച്ചണായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കൂടാതെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷനും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ താഴത്തെ നിലയിലെ 1ാമത്തെ മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഫർണിഷഡിൻ്റെ ഭാഗമായിട്ട് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഭിത്തിയിലായിട്ട് നല്ല വാൾപേപ്പറും ഒരു ഫ്രെയിം വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ല ഫോൾ സീലിംഗ് വർക്കുകളും ഒരു BLDC ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ ഭിത്തിയിലായിട്ട് നല്ല സ്റ്റോറേജ് സ്പേസിൽ ഒരു 4 പാളി കബോർഡ് വർക്ക് വരുന്നുണ്ട്. അതനുബന്ധിച്ച് തന്നെ നല്ലൊരു കർട്ടൺ വർക്ക്, കോട്ടൻ്റെ തന്നെ നല്ലൊരു കർട്ടൺ വർക്കും വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ ബെഡ്റൂമിൻ്റെ ഭിത്തിയിലായിട്ട് ബെഡ് ലാമ്പുകൾ വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് നല്ലൊരു മിറർ വരുന്നുണ്ട്. അതിൻ്റെ ബിഹൈൻഡിൽ ലൈറ്റിംഗ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമുകളെല്ലാം നല്ല ഒരു വാം ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്ലാക്ക് ഫിനിഷിലുള്ള ജാഗ്വറിൻ്റെ ഫിറ്റിങ്സുകളും ഗബ്രിറ്റിൻ്റെ ഫിറ്റിങ്സുകളുമാണ് കൊടുത്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ പാർട്ടീഷനിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ഈ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്. നല്ല മാസ്റ്റർ ബെഡ്റൂം കൺസെപ്റ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റിയുള്ള കോട്ട് കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡിൽ ചെറിയൊരു മിറർ വർക്ക് വരുന്നുണ്ട്. കൂടാതെ നല്ല ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർട്ടൻ്റെ വർക്ക് വരുന്നുണ്ട്. കബോർഡ് വർക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല സ്റ്റോറേജിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റേ മുറിയിലെ പോലെ തന്നെ നല്ലൊരു മിറർ വർക്ക് വരുന്നുണ്ട്. ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പാർട്ടീഷനിലുള്ള ഒരു ബാത്റൂം വരുന്നുണ്ട്. ഗബ്രിറ്റിൻ്റെ ഫിറ്റിങ്സുകളാണ് വരുന്നത്. ജാഗ്വറിൻ്റെ ഡൈവേർട്ടർ വരുന്നുണ്ട്. എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വീടിൻ്റെ സ്റ്റെയറിലേക്ക് വരാം. ഒരു കണ്ടംപററി ബീം സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വാക്ക്വേലായിട്ട് നല്ല കരിന്തകര മരം ഉപയോഗിച്ചിട്ടുള്ള പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റെയറിൻ്റെ 2 സൈഡിലും ഹാൻഡ് റെയിൽ കൊടുത്തിട്ട് നല്ല സേഫ്റ്റിയിൽ തന്നെയാണ് ബിൽഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 2 മീറ്ററിൻ്റെ ഒരു ലാൻഡിങ് കാണാം. ഈ ലാൻഡിങ്ങിൽ ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു കർട്ടൺ വർക്കും ഗ്ലാസിൻ്റെ ഒരു വർക്കും എല്ലാം നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് നമ്മൾ നേരെ മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഒരു സ്പേസിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പർ ലിവിങ്ങിലേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയും ഒരു TV യൂണിറ്റിൻ്റെ വർക്ക് ഉണ്ട്. അതിൻ്റെ ബിഹൈൻഡിലായിട്ട് നല്ലൊരു ലൂവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനുകളും ചെറിയൊരു ആർട്ടിഫിഷ്യൽ വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് 3 ബീൻ ബാഗുകൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു സ്റ്റഡി ഏരിയ ഉണ്ട്. കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള സൗകര്യത്തിനുള്ള സ്റ്റഡി ഏരിയ ഉണ്ട്. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് അതിന് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് അപ്പർ ലിവിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ബിൽഡർ നൽകിയിരിക്കുന്നത്. അതിൽ നമ്മുടെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഏകദേശം 12x12 വിഡ്ത്തിൽ ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണത്. ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള കോട്ട് കൊടുത്തിട്ടുണ്ട്. പില്ലോ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബെഡ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. താഴത്തെ പോലെ തന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ പാറ്റേണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കബോർഡുകളെല്ലാം ഹാൻഡിലിന് പകരം ഉപയോഗിക്കുന്ന പുഷ് ആൻഡ് പുള്ളായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഒരു വെറൈറ്റി മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കർട്ടൺ വർക്ക് ഉണ്ട്. നമ്മൾ താഴത്തെ പോലെ തന്നെ ഒരു മിറർ വർക്ക് വരുന്നുണ്ട്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് നമ്മുടെ ബാത്റൂം വരുന്നത്. ബാത്റൂമും നല്ല ഭംഗിയിൽ തന്നെ ഒരു കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഗബ്രിറ്റിൻ്റെ നല്ല ഫിറ്റിങ്സുകൾ താഴത്തെ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ഒരു വാഷ് കൗണ്ടറും എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് വരാം. താഴത്തെ പോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ഈ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്. കയറി വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെ കാണാം. മാറ്റ് ഫിനിഷിലാണ് ടൈലെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു കോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ചെറിയൊരു ലാമ്പ് മോഡലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് വരുന്ന കർട്ടൺ വർക്കുകൾ വരുന്നുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസിലുള്ള കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. 4 പാളിയിൽ തന്നെയാണ് കബോർഡ് വർക്ക് വരുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന ഒരു ബീച്ച് കളർ കോമ്പിനേഷനിലാണ് വരുന്നത്.
ബീജ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. അത് ഗബ്രിറ്റിൻ്റെ ഫിറ്റിങ്സുകളും ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളും തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ പാർട്ടീഷനിൽ ഒരു ബോക്സി ടൈപ്പ് വാഷ് കൗണ്ടറും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് വരുന്നത്. യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയാൻ കഴിയില്ല, ഒരു സെർവൻറ്റ് റൂമായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഓഫീസ് റൂമായിട്ടൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളുണ്ട്. BLDCയുടെ തന്നെ ഫാൻ കൊടുത്തിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ടൈൽ വർക്കും വരുന്നത്. അതിനോടനുബന്ധിച്ച് പുറത്തേക്ക് നമുക്ക് ഡോറ് തുറന്ന് ഇറങ്ങിയാൽ നമ്മുടെ സ്റ്റെയറിലേക്കുള്ള നമ്മുടെ ടോപ്പിൽ ടെറസിലേക്ക് പോകുന്ന സ്റ്റെയറും നമ്മൾക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. ഒരു പാസേജ് പോലെ വാക്ക് വേ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭിത്തിയിലായിട്ടൊരു ആർക്കിടെക്ചറൽ 3 മിറർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നേരെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു ബാൽക്കണി കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണത്. ബാൽക്കണിയിൽ നല്ലൊരു ലൂവർ വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റിംഗ് വരുന്നുണ്ട്. SS-ൻ്റെ ഹാൻഡ് റെയിൽ ടഫൻ ഗ്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ താഴെയായിട്ടൊരു പ്ലാന്റ് ബോക്സിൽ കുറച്ച് പ്ലാന്റുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് നമ്മൾ നേരെ താഴെയിട്ട് ഇറങ്ങി നമുക്കൊരു ചെറിയൊരു സിറ്റിംഗ് സ്പേസ് ആയിട്ട് ഇരിക്കാനും ചെയറിട്ട് ഇരിക്കാനും മറ്റുള്ള സൗകര്യത്തിനുള്ള സൗകര്യവും ബിൽഡർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രീമിയം വില്ലയുടെ വിശേഷങ്ങളും കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏകദേശം 5,200 സെൻറ്റ് ലാൻഡ് മുതൽ 7 സെൻറ്റോളം വരുന്ന ലാൻഡിലാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 4 ബെഡ്റൂമിൻ്റെ 2,600 സ്ക്വയർ ഫീറ്റ് മുതൽ 3,000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം 5 യൂണിറ്റ് ഓൾറെഡി സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു. ഇതിൻ്റെ വിലയിലേക്ക് വരാം. 1,34,00,000 രൂപ മുതൽ 1,64,00,000 രൂപ വരെയാണ് ബിൽഡർ ഇതിന് നിശ്ചയിച്ചിരിക്കുന്ന വില എന്ന് പറയുന്നത്. ഇതിൽ ഫർണിഷ്ഡ് ആയിട്ടോ അൺഫർണിഷ്ഡ് ആയിട്ടോ നമുക്ക് ചൂസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഫർണിഷ്ഡ് ആകുമ്പോൾ അതിൽ വിലയിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഈ വീട് കാണുന്നതിനോ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്തതിനോ ലോൺ സൗകര്യങ്ങൾക്ക് വേണ്ടിയോ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.